14th മാർച്ചിന് ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പെറ്റ്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിയുന്നത് നമ്മുടെ പെറ്റ്സിനെ ഇൻഡോർ തന്നെ കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ല അവർ കുറച്ചും കൂടെ സോഷ്യലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അവരെ പുറത്തിറക്കാം. പക്ഷേ നമ്മൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് ഒരു ലെയർ ഓഫ് പെറ്റ്സിൻ്റെ ഒരു ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. സാധാ ഓയിലല്ല, പെറ്റ്സിൻ്റെ ഓയിൽ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിലുള്ളപ്പോൾ നമുക്കത് വാഷ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. ഈ കളേഴ്സ് വെച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ത്രൂ ഔട്ട് ആ ദിവസം നമ്മൾ ഇവരെപ്പോഴും മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ഈ കളേഴ്സ് വീണിട്ട് ഇറിറ്റേഷനോ സ്ക്രാച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വെറ്റിനറിയൻ്റെ ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യുക. അതേപോലെ അവരുടെ കണ്ണിനകത്തേക്ക് കളേഴ്സ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ അവർക്ക് എപ്പോഴും ഫ്രഷ് വാട്ടർ, ക്ലീൻ വാട്ടർ അവൈലബിൾ ആണ് എന്നും കൂടെ എൻഷുർ ചെയ്യുക. അവിടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരുടെ അടുത്തും, പ്രത്യേകിച്ച് ചിൽഡ്രൻ, അവരുടെ അടുത്ത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക പെറ്റ്സ് ഉള്ള സമയത്ത് എങ്ങനെ ഹോളി കളിക്കണമെന്ന്. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് എ വെരി ഹാപ്പി ഹോളി.